മനുഷ്യവിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം വാരാനിറങ്ങിയ മാറായമുട്ടം സ്വദേശി ജോയിയെ പ്രേരിപ്പിച്ചത് കൂലിയായി കിട്ടുന്ന 1500 രൂപയായിരുന്നു. നല്ല വേതന ലഭിക്കുമെന്ന് കരുതിയാണ് അഴുക്കുചാലിൽ ഇറങ്ങിയത്. ഇവിടെ വന്ന മാലിന്യങ്ങളൊന്നും ഈ ഭാഗത്തുള്ള മാലിന്യങ്ങളല്ല. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. പനവിള്ള മുതൽ അതിനപ്പുറം വരെയുള്ള ആ മാലിന്യങ്ങൾ ഒഴികെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവർ ആഴ്ചതോറും ശുചീകരിച്ചാൽ പോലും വീണ്ടും അതിന്റെ ഇരട്ടി മാലിന്യം വന്നുകൊണ്ടിരിക്കും. ഇന്നൊരു ഒറ്റ ദിവസത്തെ മഴ പോലും താങ്ങാൻ കഴിയാത്ത തരത്തിലാണ് ഇവിടെ മാലിന്യം കൂടിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത്. ഈ മാലിന്യ കൂമ്പാരത്തിനടികൾ അടിയൊഴുക്കുള്ളത് ആ ജീവനക്കാരൻ മനസ്സിലാക്കിയില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ അമ്മയോടൊപ്പമാണ് ജോയി താമസിച്ചിരുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയിയെ കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകുന്ന ജോയി വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ചു പോകുന്നതാണ് പതിവ്. എന്ത് ജോലിക്ക് വിളിച്ചാലും ജോയിക്ക് ഒരു മടിയുമില്ലായിരുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജോയി ആക്രി പറക്കാനും പോകുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കലും ജോയിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ജോയിയെപ്പറ്റി അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. കാടുപോലുള്ള പറമ്പിലെ ഒറ്റമുറി വീട്ടിലാണ് ജോയി താമസിച്ചു വന്നിരുന്നത്. ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചു വേണം ജോയിക്ക് വീട്ടിലെത്താൻ. ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് പല ഘടകങ്ങളാണ്. തുരങ്ക സമാനമായ റെയിൽവേ പാളത്തിന് അടിയിലൂടെ ടൺ കണക്കിന് മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ സർവ്വസന്നാഹങ്ങളുമായി തോട്ടിലിറങ്ങി തണലിലേക്ക് നീന്തിയെങ്കിലും അടിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ വൈകിയത്. തലസ്ഥാന നഗരിയിൽ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്യാൻ ഒരു പാവപ്പെട്ട ജോയിയെ നഷ്ടമാകേണ്ട വന്നതിൽ AC ഇട്ട് കൊടുകുത്തിയ കാറിൽ ചീറിപ്പായുന്ന അധികാര സമൂഹമേ, നിങ്ങളുടെ മുന്നിൽ ഓരോ മലയാളികളും ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്.